കായിക മേഖലയിലെ മികവാർന്ന പ്രകടനത്തിന് ഡോക്ടറേറ്റ് നേടിയിരിക്കുകയാണ് അനന്തു. മണ്ഡപത്തൻകടവ് സ്വദേശിയാണ് അനന്തു. തൻ്റെ നേട്ടങ്ങളെക്കുറിച്ചും കാഴ്ചപ്പാടുകളെക്കുറിച്ചും അനന്തു CTVയോട് പ്രതികരിച്ചു. അനന്തുവിനൊരു ഡോക്ടറേറ്റ് കിട്ടിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്തിനാണ് അനന്തുവിന് ഇപ്പോൾ ഡോക്ടറേറ്റ് കിട്ടിയിരിക്കുന്നത്? എനിക്ക് സ്പോർട്സിൽ ഉള്ള എൻ്റെ കാര്യങ്ങളും നേട്ടങ്ങളും കാര്യങ്ങളൊക്കെ വെച്ച് ആ ഒരു രീതിയിലാണ് എനിക്കിപ്പം ഡോക്ടറേറ്റ് കിട്ടിയിരിക്കുന്നത്. ഞാനിപ്പോൾ നിലവിൽ അഷ്ടൈഡു അഖാഡയുടെ ട്രിവാൻഡ്രം ജില്ലാ പ്രസിഡൻ്റാണ്. പിന്നെ ലങ്കടി അസോസിയേഷൻ്റെ കേരള വൈസ് പ്രസിഡൻറ്റും ഞാൻ തന്നെയാണ്. പിന്നെ കുറച്ച് മത്സരങ്ങളുടെ ഇടയ്ക്ക് മത്സരിച്ചിട്ടുണ്ട്. ഞാൻ സൗത്ത് സോൺ മത്സരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ നാഷണൽ ക്യാമ്പിലുണ്ടായിരുന്നു, സ്റ്റേറ്റ് ക്യാമ്പിലുണ്ടായിരുന്നു. കഴിഞ്ഞ സ്റ്റേറ്റിൽ എനിക്ക് ഗോൾഡ് മെഡലുണ്ട് അഷ്ടൈഡു അഖാഡയുടെ ഉറുമിയിൽ. ഈ അഷ്ടൈഡു അഖാഡയും ലങ്കടി അസോസിയേഷനും ഒക്കെ വളരെ കാര്യക്ഷമമായി ഇപ്പം കേരളത്തിലേക്ക് പ്രവർത്തിക്കുന്ന ഒരു സ്ഥിതിയാണല്ലോ. അതെ. എങ്ങനെയാണ് ഇതിന്റെ ഭാഗമാവുന്നത് ശരിക്കും? ഞാൻ അരൂജ് മാർഷൽ ആർട്സ് ക്ലബിലൂടെയാണ് ഞാനിതിൽ ഭാഗമാവുന്നത്. നമ്മുടെ അരൂജ് ചേട്ടൻ തന്നെയാണ് നമ്മുടെ ലങ്കടി അസോസിയേഷൻ്റെ പ്രസിഡന്റ്, കേരള പ്രസിഡന്റ് അരൂജ് ചേട്ടനാണ്. പിന്നെ നമ്മുടെ ട്രിവാൻഡ്രം സെക്രട്ടറിയും അരൂജ് ചേട്ടൻ തന്നെയാണ്. പിന്നെ അരൂജ് ചേട്ടനിലൂടെയാണ് ഞാൻ ഈ പരിപാടികളിൽ മത്സരിക്കുന്നതും പിന്നെ ഇതിൻ്റെ ഭാഗമാവുന്നത് ഇതിലൂടെ. അപ്പം ശരിക്കും നമ്മൾ ഈ ഒരു നാട്ടിൻപുറത്ത് നിന്ന് വന്ന ഒരാളാണ്. അപ്പം സ്വാഭാവികമായിട്ട് ഇത്ര ഒരു ഡോക്ടറേറ്റ് ബഹുമതി കിട്ടുമ്പോഴത്തേക്ക് വലിയ സന്തോഷമാണ്. അതെ, വളരെയധികം സന്തോഷമാണ്. സ്പോർട്സിനോട് നേരത്തെ താല്പര്യം ഉണ്ടായിരുന്നു? സ്പോർട്സിനോട് കുഴപ്പമില്ല, താല്പര്യം ഉണ്ടായിരുന്നു. ഇനിയിപ്പോ എന്താണ് ഒരു അംബീഷൻ? എന്താണ് ശരിക്കും അംബീഷൻ? നിലവിൽ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്, ട്യൂഷൻ ഫീൽഡാണ്. പിന്നെ ബാക്കി ഇതുമായിട്ടും കുറച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. അഷ്ടൈഡു അഖാഡയിലാണോ അതോ ലങ്കടി അസോസിയേഷനുമായി ബന്ധപ്പെട്ടാണോ? രണ്ട് രീതിയിലും. നമ്മുടെ അഷ്ടൈഡു അഖാഡ ആണെങ്കിൽ നമ്മുടെ ഭാരതത്തിന്റെ ഒരു മാർഷൽ ആർട്സ് ആണ്. അപ്പോൾ അതിനെയും കുറച്ച് ഉയർത്തിക്കൊണ്ട് വരണമെന്നുണ്ട്. പിന്നെ ലങ്കടി അസോസിയേഷൻ നമ്മളിപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ. അതിൻ്റെ കാര്യങ്ങളും ബാക്കി ക്യാമ്പുകളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പം അതിൻ്റെതായ ഭാഗമായിട്ട് നമുക്ക് കുറച്ചുകൂടെ കേരളത്തിൽ വർക്ക് ചെയ്യണമെന്നാണ് ഇനിയുള്ള ആഗ്രഹം. ഈ ആയോധന കലകൾ കുട്ടികൾ പഠിക്കുന്നത് ഇന്നത്തെ കാലത്ത് നല്ലതാണ് തോന്നുന്നുണ്ടോ? അതെ, ആയോധന കലകൾ ഇപ്പം അവരുടെ ഹെൽത്തിനാണെങ്കിലും ശരി തന്നെ, സെൽഫ് ഡിഫെൻസിനാണെങ്കിലും ശരി തന്നെ ആയോധന കലകൾ പഠിക്കുന്നത് വളരെയധികം ഉപയോഗമുള്ളൊരു കാര്യമാണ്. അപ്പം അത്രയും നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ അവരുടെ ഫ്യൂച്ചറും ഫ്രണ്ടിലോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇനി അഥവാ നമുക്ക് സെൽഫ് ഡിഫെൻസിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യഘട്ടങ്ങളിൽ ഇത് ഉപയോഗിക്കേണ്ടി വന്നാലും ഉപയോഗിക്കാനും പറ്റും. ഇപ്പോൾ ഇനി നമ്മളിതിപ്പം ഗ്രാമീണ മേഖലയിലേക്ക് ഈ സംഭവങ്ങൾ കൂടുതൽ വ്യാപിക്കുന്നുണ്ടോ? അതെ, നമ്മുടെ ക്ലാസ് വഴി നമ്മൾ ക്ലാസ് കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കി കാര്യങ്ങളും നമ്മളിപ്പം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇതിൻ്റെ കുറച്ചുകൂടെ ഡെവലപ്മെൻറ്റും കാര്യങ്ങൾക്കും വേണ്ടി മുന്നോട്ടുള്ള പരിപാടികൾക്ക് വേണ്ടി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സംസ്ഥാനത്തെ കായിക ഇനങ്ങളിലേക്ക് ഇത് ഉൾപ്പെടുത്തുന്ന കാര്യങ്ങൾ കൂടി പരിഗണിക്കുന്നുണ്ടോ? ഇപ്പം നമ്മുടെ ലങ്കടി അസോസിയേഷൻ്റെ നാഷണൽ പ്രസിഡന്റ് വന്നിട്ട് നമ്മുടെ യുവജനകാര്യ സമിതി നമ്മുടെ മന്ത്രി തന്നെയാണ്. സോ നമ്മുടെ അഷ്ടൈഡു അഖാഡ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് നമ്മുടെ ഭാരതത്തിൻ്റെ തന്നെ ഒരു ആയോധന കലയായതുകൊണ്ട് തന്നെ നമ്മുടെ അതിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ ഇപ്പം നടന്നു വരികയാണ്. മാക്സിമം ഇത് കുറച്ചുകൂടെ ആളുകളിൽ എത്തിക്കുകയും പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സ്കൂളുകളിലും കാര്യങ്ങളിലും ഒക്കെ ഇതിൻ്റെ മത്സരങ്ങൾ കണ്ടക്ട് ചെയ്യുന്നതിനുള്ള പരിപാടിയിലാണ് നമ്മളിപ്പം നടക്കുന്നത്. എന്താ ഈ വളർന്നു വരുന്ന ഒരു യുവതലമുറയോട് എന്താ പറയാനുള്ളത്? ഇപ്പോഴത്തെ ഒരു തലമുറ പൊതുവെ ലഹരിക്കൊക്കെ അടിമയായിട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പൊ അതിന് എന്താ ശരിക്കും പറയാനുള്ളത്? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു എയിം ഉണ്ടാക്കുക, അതിനുവേണ്ടി വർക്ക് ചെയ്യുക. എന്തേന്ന് ഇപ്പോൾ സ്പോർട്സ് ആണെങ്കിലും ശരി തന്നെ, ആർട്സ് ആണെങ്കിലും ശരി തന്നെ, ഇപ്പോൾ പഠിത്തമാണെങ്കിലും ശരി തന്നെ, നമ്മൾ അങ്ങനത്തെ മേഖലകളിലോട്ട് തിരിഞ്ഞ് അതുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നതിലൂടെ നമുക്ക് പുതിയ കാര്യങ്ങളിലോട്ട് എത്തിക്കുകയും നമ്മുടേതായ ചില കാര്യങ്ങൾ നമുക്ക് അതിലോട്ട് പ്രവർത്തിക്കാനും പറ്റുകയും ചെയ്യും. അല്ലാതെ നമ്മൾ ആവശ്യമില്ലാത്ത ലഹരി പോലുള്ള കാര്യങ്ങളിലോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നശിക്കുക എന്നുള്ളതല്ലാതെ വേറൊന്നും വരാൻ പോകുന്നത്. ഇപ്പം പഠിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ സ്പോർട്സിലോട്ട് വരിക അല്ലെങ്കിൽ ആർട്സിലോട്ട് വരിക, അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മാക്സിമം എഫേർട്ട് എടുത്ത് അതിൽ നമ്മൾ നല്ലൊരു ഭാവി കണ്ടെത്താൻ ശ്രമിക്കുക. അനന്തു എവിടെയാണ് താമസിക്കുന്നത്? മണ്ഡപത്തൻകടവാണ്, ചേനാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. ഓക്കെ.